ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ. അപ്പോൾ വിഷുക്കാലം വരാൻ പോവാണ്. 3-4 ദിവസത്തിന് വിഷുവാണ്. അപ്പോൾ ഇന്ന് ഭയങ്കര ആൻറ്റിസിപ്പേഷനുള്ള 2-3 മലയാളം സിനിമകൾ ഇന്ന് റിലീസായിട്ടുണ്ട്. ആലപ്പുഴ ജിംഖാന, നമ്മുടെ ബസൂക്ക, പിന്നെ മരണമാസ്. ഇത് മൂന്നുമാണ് ഇന്ന് റിലീസായിട്ടുള്ള പടങ്ങൾ. അപ്പോൾ ഞാൻ ഇന്ന് ഫസ്റ്റ് ഡേ പോയിട്ട് കണ്ടിരിക്കുന്ന സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ വെച്ചിട്ട് ആലപ്പുഴ ജിംഖാനയാണ്. ആദ്യം തന്നെ പറയട്ടെ, ഇതിൻ്റെ ട്രെയിലർ കണ്ട സമയത്ത്, ഈ 3 സിനിമേൻ്റെയും ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു പടമാണ്. അതായത് ട്രെയിലർ അബ്സല്യൂട്ട്ലി ഗ്രേറ്റ് ആയിട്ടാണ് അവർ കട്ട് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട് തോന്നി. പിന്നെ നസ്ലിൻ പിന്നെ ഭയങ്കര ഒരു കളർഫുൾ ആയിട്ടാണ് എനിക്ക് സംഭവം തോന്നിയത്. പിന്നെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഖാലിദ് റഹ്മാൻ നമുക്കറിയാം, അനുരാഗ കരിക്കും വെള്ളം തൊട്ട് ആ സിനിമ ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടതാണ്. എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ സമയത്ത് അതിന് ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് രജിഷ വിജയനൊക്കെ സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയിരിക്കുന്ന ആ ഒരു സിനിമയായിരുന്നു. അപ്പോൾ ആ സിനിമ തൊട്ട് ഉണ്ട ഇങ്ങനത്തെ സിനിമകളെല്ലാം, ഖാലിദ് റഹ്മാൻ്റെ എല്ലാ പടങ്ങളും എനിക്ക് തോന്നുന്നു നല്ല സിനിമകളായിട്ട് തന്നെ എഴുതി വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള സിനിമകളാണ്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്തിലാണ് ഈ സിനിമയും പോയിട്ട് കണ്ടത്. എന്തായാലും പുള്ളിയുടെ ഇന്നൊരു മോശം വർക്കൊന്നും ഉണ്ടാവില്ല എന്നറിയാം. അപ്പം ബേസിക്കലി ഇതൊരു സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് പറയുന്ന ഒരു കഥയാണ്. നമുക്കറിയാം, ഈ സ്പോർട്സ് മൂവിക്ക് ഒരു പ്രശ്നമുണ്ട്. ഒന്നെങ്കിൽ ഒരു വിജയി, അതിൻ്റെ ബാക്കിലുള്ള കഠിനാധ്വാനം, അതിൻ്റെ ബാക്കിലുള്ള വേറെ എന്തെങ്കിലും ഹിസ്റ്ററി, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പറ്റുന്ന ഒരു ട്രാജഡി, ഇങ്ങനത്തെയൊക്കെ പല ഫാക്ടേഴ്സും കോർത്തിണക്കിയിട്ടായിരിക്കും പല സ്പോർട്സ് മൂവികളും കൊണ്ടുപോവുക. അപ്പോൾ ഇതിനൊരു ക്ലീഷേ ടെംപ്ലേറ്റ് ഫോർമാറ്റ് ഓൾറെഡി അവിടെ വെച്ചിട്ടുണ്ട്. അതിനെയൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് വേണം ഒരു ഡയറക്ടർ നന്നായിട്ട് ആൾക്കാരെ ഇൻട്രസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിൽ ഒരു സ്പോർട്സ് സിനിമ എസ്പെഷ്യലി എടുത്ത് കൊണ്ടുവരികയാണെങ്കിൽ അത് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്, മലയാളത്തിൽ ഇറങ്ങിയതിൽ വെച്ചിട്ട് ഏറ്റവും മികച്ച സ്പോർട്സ് മൂവീസിലൊന്ന് ഇൻ റീസെൻറ്റ് ടൈംസിൽ വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോദ തന്നെയാണ് എനിക്ക് ഇന്നും തോന്നുന്നത്. അതിൻ്റെ ഓവറോൾ ലെയേഴ്സും ഒരു ഇൻവോൾവ്മെൻറ്റ് വിത്ത് ക്യാരക്ടേഴ്സും ആ ഒരു ഫീലും ഒക്കെ നൽകാൻ കഴിഞ്ഞത് ഗോദ തന്നെയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ഇഷ്ടപ്പെടുന്ന 90% ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു 18 to ഒരു 26, 27 അല്ലെങ്കിൽ ഒരു 30 ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിൽ തന്നെയാണ് ഈ സിനിമ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ റീലിലൊക്കെ കാണുന്ന ഹൈ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സിൻ്റെ ഒക്കെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ ഖാലിദ് റഹ്മാന് പണി അറിയാൻ നമുക്ക് നന്നായിട്ട് അറിയാം. പുള്ളി ഈ ഒരു കഥ അവതരിപ്പിച്ചിരിക്കുന്ന രീതി വളരെ വൃത്തിയോടുകൂടി തന്നെയാണ്. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ കുറേ സംഭവങ്ങൾ ബോക്സിംഗ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഓരോ ആൾക്കാരുടെയും സംഭവങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് കുറച്ച് മടുപ്പ് ഉണ്ടാക്കി എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. പക്ഷേ എല്ലാം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ കോമഡീസും കാര്യങ്ങളൊക്കെ അത് ഒരു 50%, 60% വർക്കൗട്ട് ആയിട്ടുണ്ട്. ചിലതൊക്കെ കോമഡിക്ക് വേണ്ടി കോമഡി പറഞ്ഞതുപോലെയാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ഓവറോൾ നല്ല വൃത്തിയിൽ ഈ സിനിമ എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഒന്നാണ് പറയാനുള്ളത്. പക്ഷേ ഞാൻ ഹൈലി മൂവ്ഡായോ ഭയങ്കരമായിട്ട് സീറ്റ് എഡ്ജ് ത്രില്ലർ അങ്ങനത്തെ ഒരു ഇവൻ അടിക്കടാ, അവൻ ഇത് ചെയ്യും, ഇങ്ങനെ ചെയ്യും, നമുക്കറിയാം ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവങ്ങൾ, അല്ലെങ്കിൽ കുറേ സ്റ്റൈലിഷ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വരും എന്നൊക്കെ അറിയാം. ആ ഒരു അറിവുള്ളത് കൊണ്ടും അതിൻ്റെ മുകളിലോട്ടേക്ക് ആസ് എ പ്രേക്ഷകൻ എന്നെ എത്തിക്കാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നല്ലൊരു വാച്ചാണ്, നമുക്കിങ്ങനെ കണ്ടിരിക്കാം എന്നുള്ളൊരു ഫീലിംഗ് ആണ് എനിക്കുണ്ടായത്. അത് ഒട്ടും വൃത്തികേട് എന്നൊന്നും പറയുന്ന രീതിയിലേക്ക് ഒന്നും പോയിട്ടില്ല. പിന്നെ ഒരുപാട് സ്ഥലത്ത് കുറേ മ്യൂസിക്, ഇങ്ങനെ ഹൈ ആയിട്ടുള്ള മ്യൂസിക്സ്, നല്ല ബീറ്റ്സ് ഇങ്ങനെ എടുത്തിട്ടിരിക്കുന്നത് കണ്ടു. അത് ചിലപ്പോൾ ഈ ഒരു ബോക്സിങ് തന്നെ ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളുടെ ഒരു ഒരു ആവർത്തനം വിരസത കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ മ്യൂസിക്കിലൂടെ അവിടെ ഹൈ ചെയ്തിട്ട് ആ സീൻസിൻ്റെ ഒരു ഇത് അവിടെ വെക്കാൻ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി എനിക്ക് ഈ സിനിമയിൽ കിട്ടിയിട്ടുള്ള ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് ഭയങ്കര ഫ്ലൈയിങ് ആൻഡ് ഹൈ ആയിട്ടുള്ള ഒരു സ്പോർട്സ് മൂവി ആയിട്ട് തോന്നിയിട്ടില്ല. ഒരു എബോ ആവറേജ് ലെവലിൽ നിൽക്കുന്ന ഒരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഡീസൻറ്റ് പെർഫോമൻസ് ആണ് എല്ലാവരും തന്നെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മൂവിയുടെ ഒരു ഹൈയും സംഭവങ്ങളൊക്കെ നോർമലായിട്ടുള്ള ഓഡിയൻസിനെല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, തിയേറ്റർ റെസ്പോൺസും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ വിഷു വിന്നറായിട്ട് ഏത് പടമാണ് നിങ്ങൾക്ക് തോന്നുന്നത്? മരണമാസിൻ്റെ റിപ്പോർട്ട്സ് എന്താണെന്ന് അറിയുകയാണെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ജെന്യുവൻ റെസ്പോൺസുമായിട്ട് നമ്മൾ വരും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കൂ. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം.